അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഏറ്റവും വലിയ ഡയറി മിൽക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാം. ഡയറി മിൽക്ക് പോലത്തെ ഒരു സാധനം. അപ്പോൾ നമ്മൾ 1/2 കിലോയുടെ പാക്കറ്റ് വെച്ചിട്ട് 100 എണ്ണം അല്ലേ, 100 പാക്കറ്റ് നമ്മൾ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 50 കിലോ വലിപ്പമുള്ളൊരു ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇതൊരു സൈസ് കാണാൻ നിങ്ങൾക്ക് അറിയാം എത്രയേ ഉള്ളൂ. അപ്പോൾ 50 കിലോ വലിപ്പം വരുമ്പോൾ എത്ര ഉണ്ടാകുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണേ. അപ്പോൾ നമ്മൾ അധികം വൈകിക്കണം, നമുക്ക് നേരെ വലിയ ചോക്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. എന്താ ചോക്ലേറ്റ് അല്ലേ, നമുക്ക് കട്ട് ചെയ്യണം. ചോക്ലേറ്റ് കളിയിലെ ടേസ്റ്റ് നോക്കിയത് അടിപൊളിട്ടാ. മെൽറ്റ് എത്രയില്ലേ. കുറച്ച് ബദാം ഇട്ട് കൊടുക്കണേ. അപ്പോൾ ചോക്ലേറ്റ് കടിക്കുമ്പോൾ ആ ഒരു ഫീൽ കിട്ടും. കുറച്ച് അണ്ടിപ്പരിപ്പ് അല്ലേ, അങ്ങനെ പോട്ടെ 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 എല്ലാവരും ഉപ്പാണ് സംഗതി. അങ്ങനെ ഇരിക്കട്ടെ. കുറച്ച് ക്യാഷ്, ബദാം. ഓക്കെ, ഇത് നമുക്കൊരു 12 മണിക്കൂർ ഇങ്ങനെ റെസ്റ്റ് വെക്കാം. അപ്പോഴേ ഇത് ശരിക്കും കട്ടയാവുള്ളൂ. അങ്ങനെ നമ്മളൊരു രാത്രി മുഴുവൻ വെച്ചുവിട്ടത് ഇപ്പം നേരം വെളുത്തിരിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നിർത്തി നോക്കാനേ. സംഗതിയൊക്കെ കട്ടയായിട്ടുണ്ട്. നല്ല തണുപ്പല്ലേ, കാലാവസ്ഥ സൂപ്പറാണല്ലോ. എന്താ രസമല്ലേ നോക്കുന്നതിൻ്റെ സ്ട്രക്ചറൊക്കെ. ചെറിയ വിള്ളലുകളുണ്ട്, തണുപ്പ് കൂടിയിട്ടാണോ അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനെ അഴിച്ച് ഇനി പുറത്തെടുക്കണം. ഇതിനെ വാ, എന്താ ഫിനിഷിങ് നോക്കിയാ. സംഭവം അടിപൊളിട്ടോ, ഒരു രക്ഷയില്ല. ഇനി നമുക്ക് ഡയറി മിൽക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ വടാ ഡയറി മിൽക്ക് ആയിട്ടാ. അങ്ങനെ നമ്മുടെ ഡയറി മിൽക്ക് ആയില്ലേ, പോക്കല്ലേ. അങ്ങനെ നമ്മൾ അവസാനം നമ്മുടെ ഡയറി മിൽക്ക് റെഡി ആക്കി എടുത്തിട്ട് കേട്ടോ അല്ലേ. അതിനുണ്ട് പറയുമ്പോൾ റെഡി ആയിരുന്നു. എൻ്റെ ഫുഡിൽ എൻ്റെ ത്രോയിനുണ്ട് അല്ലേ, ഒരു 2 കൂടി എൻ്റെ ത്രോയിനായി. ഇത് നമ്മൾ ജസ്റ്റ് ഒരു ഡയറി മിൽക്കിൻ്റെ മോഡലാക്കിയത് മാത്രമല്ല. ഇത് മറ്റേ ഡയറി മിൽക്ക് അല്ലത്, നമ്മുടെ ഒരു ചോക്ലേറ്റ്. ഡയറി മിൽക്കിൻ്റെ ഒരു വളരെ സോഫ്റ്റ് ആയിട്ടൊരു സാധനമാണ്. നമുക്ക് സോഫ്റ്റ് ആക്കാൻ പറ്റാണെന്നല്ല, നമ്മൾ ഇത്രയും വലുതാക്കിയത് കൊണ്ട് നമ്മൾ അങ്ങനെ സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ അത് മുറിഞ്ഞ് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെയിൽ ചൂട് തട്ടുമ്പോൾ പെട്ടെന്ന് മെൽറ്റായി പോകാനുള്ള സാധ്യതയുണ്ട്. ഫ്രീസറാണ്, അത്ര വലിയ ഫ്രീസർ നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ എന്താട്ടി ആ കുറച്ച് ഹാർഡ്നെസ്സിൽ തന്നെ അതുണ്ടാക്കി. അപ്പോൾ എല്ലാവർക്കും ഇന്ന് നമുക്ക് ചോക്ലേറ്റ് കൊടുക്കാം അല്ലേ. എന്ത് അപ്പോൾ ചോക്ലേറ്റ് വൈകിക്കുള്ള കട്ട് ചെയ്യാം. പിടിച്ചോ. എന്താ സാധനം നോക്കിയാൽ വെയിറ്റ് ഉണ്ട് കേട്ടോ. 10-60 ഇതിൻ്റെ അടിയിലൊരു സാധനം കൂടി ഉണ്ട് കേട്ടോ. അതും കൂടി നിർത്തിയാലേ സംഭവം ക്ലിയർ ആവുള്ളൂ. പൊളിക്കല്ലേ. ഡയറി മിൽക്ക് ചോക്ലേറ്റ്. വാവ്,
നല്ല കൊടുത്ത് വാവ് അങ്ങനെ മുറിയൊന്നും കേട്ടാ വാവ് അടിപൊളി. ഇത് നമുക്ക് കട്ട് ചെയ്ത് നോക്കണം കേട്ടാ. ഇതേ പൊക്ക് നോക്കട്ടെ, മുറിയോ? ഇല്ല. വാ എന്താ ചോക്ലേറ്റ്. ഇവിടെ നിർത്ത് 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 നിർത്ത്. പിടിച്ചോ 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 പിടിച്ചോ. ഇതാണ് മക്കളെ ചോക്ലേറ്റ്. ഉണ്ടാ ഇതിങ്ങനെ ചൂടാതെ ഉരുകാൻ തുടങ്ങട്ടെ. രാവിലെ നമ്മൾ എടുത്തുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇത് ചൂടാതെ ഉരുകാൻ തുടങ്ങി കേട്ടാ. ഒരു രക്ഷയില്ല. ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ചോക്ലേറ്റ്. പക്ഷെ നമുക്ക് ആ കാഡ്ബറിൻ്റെ ആ ഡിസൈൻ നമുക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കേട്ടാ. അത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ അതും കൂടി കൊടുത്താണെങ്കിൽ സംഗതി പൊളിച്ചിട്ടുണ്ടാവും. കട്ട് ചെയ്യാം നമുക്കല്ലേ. ഇനി അധികം വൈകില്ല, ചോക്ലേറ്റിൻ്റെ പൂതി എത്തിക്കണം. അങ്ങനെ ഇവിടെ ഇനി നമുക്ക് നമ്മുടെ ചോക്ലേറ്റിനുള്ളിലിട്ട് നമ്മൾ സാധനങ്ങൾ അല്ലേ. ഇത് നല്ല ടെമ്പറുണ്ടാ. രാവിലെ ആയതുകൊണ്ടാണ്. കുറച്ച് നേരം വെയിലത്ത് വെച്ചപ്പോൾ തണുക്കും. വാവ് ഉള്ളിലെ ഡിസൈൻ കണ്ടാ. ഉള്ളിൽ നമ്മൾ എന്തിട്ടുണ്ട്, നമ്മൾ ചോക്ലേറ്റ് ഇതിട്ടുണ്ട്, നട്ട്സ് ഇട്ടുണ്ട്. മതിയല്ലേ, ഫുള്ള് കട്ട് ചെയ്താ. അങ്ങനെ ഞങ്ങൾ ചെറിയ കുട്ടികൾ അല്ലേ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോകട്ടാ. ഒരു രക്ഷയില്ലാട്ടാ. രാവിലെ തന്നെ മയങ്ങുന്നതാണ്. ടേസ്റ്റ് ഒരു രക്ഷയില്ല അല്ലേ. ആ നട്ട്സും കൂടി കടിക്കുമ്പോൾ സുഖം കൊണ്ടുവരാം. ശരിക്കും നമ്മൾ ഡയറി മിൽക്ക് വാങ്ങി കഴിക്കുന്ന സുഖം തന്നെ. പക്ഷെ അതിൻ്റെ സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ ചേർത്തില്ല മാത്രം. അല്ലെങ്കിൽ അത് പിടിക്കുമ്പോൾ കലിഞ്ഞു പോകണേ. സാധാരണ നമ്മുടെ കുട്ടികൾ ഇഷ്ടം പോലെയാണ് നമ്മൾ വൈകുന്നേരത്തെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ. ഇതിപ്പോൾ രാവിലെ ആയതുകൊണ്ട് എല്ലാം ഉറങ്ങാം. അപ്പോൾ അവർക്ക് കട്ട് ചെയ്യാൻ നമുക്ക് കേട്ടാ ചെറിയ ചെറിയ പീസാക്കിയിട്ട് വെയിലാകുമ്പോഴേക്കും വീടുകളിൽ എത്തിക്കണം. അല്ലെങ്കിൽ അലിഞ്ഞാണ് ഫ്രീസറിൽ വെക്കണ ഒരു ലെവലിലാക്കിയാൽ മാത്രമേ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഞാൻ മെൽറ്റായി വെക്കണേ. ഇത് മുഴുവൻ നിന്നാലേ ഞാൻ കുറേശ്ശെ ഒന്ന് വൈകുന്നേരത്തിനുള്ളിൽ തിന്ന് തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുന്ന കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുവാനായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ബെല്ലേക്ക് കൂടി എന്നെ വിളിച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നത്. താങ്ക് യു. കുട്ടികൾ വരച്ചാണല്ലേ. നല്ല നമ്മുടെ പോളിഗാർഡിലെ കുട്ടികൾ വരച്ചാണ്. അപ്പം നമ്മൾ എന്നും വരുന്ന നമ്മുടെ പോളിഗാർഡ് എന്ന് പറഞ്ഞ ഓർഫനേജിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവരുടെ പേരെന്തറിയോ, പലജാതി പൂക്കൾ എന്നാണ് അവരുടെ പേര്. അപ്പം നിങ്ങളുടെ വീട്ടിൽ വിശേഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇവരെയും കൂടെ പരിഗണിക്കുക. ഒരു 150 ആളുകൾ അടങ്ങുന്ന ഒരു ഓർഫനേജാണ്. ഇതുപോലെ ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങളുള്ള ആളുകളാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയും. ഒരുപാട് പ്രായമായ ആളുകളാണ്. എങ്കിലും ചെറിയ കുട്ടികളെ പോലെയാണ് ഇവരുടെ പ്രവൃത്തികൾ. ഒരു 3 വയസ്സ് 4 വയസ്സായ കുട്ടികളെ പോലെയാണ് ഇവരുടെ പ്രവൃത്തികൾ. നമ്മളെ ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ തീർച്ചയായും നമ്മൾ ഇപ്പോൾ വാലന്റൈൻസ് ഡേ ആഘോഷിക്കാൻ ഞങ്ങൾക്കിപ്പോൾ ഇവരുടെ കൂടെയാണ് ഞങ്ങളുടെ വാലന്റൈൻസ് ഡേ. അപ്പോൾ എല്ലാവരും ഹാപ്പി വാലന്റൈൻസ് ഡേ. അപ്പോൾ എല്ലാവരും അടിച്ചു പൊളിക്കുക. അതുപോലെ തന്നെ ഇവരെയും കുറച്ച് പരിഗണിക്കാനുള്ള ശ്രമം നടത്തുക. ഇവരുടെ നമ്പർ ഞാൻ പോളിഗാർഡ് നമ്പർ ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇവർക്ക് വേണ്ടി ചെയ്യാം. അപ്പോൾ ഇതിൽ നല്ലൊരു അടിപൊളി വീഡിയോ വീണ്ടും കാണാം.